ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഭൗതിക ശാസ്ത്രത്തിലെ മെക്കാനിക്സ് എന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിൽ ചലനം, മോഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണ് വസ്തു ചലിക്കുന്നത്, ഓർ വെൻ എ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ. അപ്പോൾ നമ്മൾ പറയുകയാണ്, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് വസ്തുവിൻ്റെ സ്ഥാനം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ വസ്തു ചലനാവസ്ഥയിലാണെന്ന് പറയുന്നു. ദ പൊസിഷൻ ഓഫ് ദ ബോഡി കണ്ടിന്യൂസ്ലി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ് ഓർ ടൈം. Then the body is said to be in motion. മനസ്സിലായില്ലേ? ചലനം നമ്മുടെ ജീവിതത്തിൽ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് നമുക്കതിനെപ്പറ്റി കുറച്ചുകൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ട്രെയിന് ഒരു 70 km/h വേഗതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ യാത്രക്കാരുടെ കൂടെ ഇങ്ങനെ തൊട്ടൊരുമിയിരിക്കുകയാണ്. അപ്പോൾ ആ നമ്മുടെ സമീപത്തിരിക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് ചലനമില്ല. എന്നാൽ പുറമേയുള്ള വസ്തുക്കളെ, ട്രെയിനിൻ്റെ പുറത്തുള്ള വസ്തുക്കളെ പരിഗണിക്കുമ്പോൾ നമ്മൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചലനം ആപേക്ഷികമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സ്ഥിരാവസ്ഥ, ചലനാവസ്ഥ ഇവ നിർവചിക്കാൻ കഴിയുന്നത്. അപ്പം അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് അഥവാ അവലംബകം എന്ന് പറയുന്നത്. അപ്പം ചലനത്തെക്കുറിച്ച് പറയുമ്പോൾ അവലംബകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. ചെറിയ ചില ഉദാഹരണങ്ങൾ, ഒന്ന് നമ്മൾ സാധാരണയായിട്ട് ക്ലാസ്സിലൊക്കെ പറയുന്നത് നേർരേഖാ ചലനം, ലീനിയർ മോഷൻ. പിന്നെയുള്ളത് സ്പിൻ മോഷൻ, റൊട്ടേഷണൽ മോഷൻ. പിന്നെ പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദോലന ചലനം. ഇപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, വസ്തു എപ്പോഴാണ് ചലിക്കുന്നതെന്ന്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അതിൻ്റെ സ്ഥാനം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ വസ്തു ചലനാവസ്ഥയിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നും മനസ്സിലായി. ഇനി നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച ചില പദങ്ങളുണ്ട്. ഒന്നാമത് ദൂരം, അതേപോലെ സ്ഥാനാന്തരം, മറ്റൊന്ന് പ്രവേഗം, ത്വരണം എന്നീ കാര്യങ്ങൾ. ദൂരം എന്നാൽ എന്താണ്? അഥവാ ഡിസ്റ്റൻസ്. വസ്തു സഞ്ചരിച്ച അകലത്തെയാണ് നമ്മൾ ദൂരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനെ ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ സ്ഥാനാന്തരം ഒരു നിശ്ചിത ദിശയിൽ വസ്തു സഞ്ചരിച്ച അകലത്തെയാണ്. അതിന് ഇംഗ്ലീഷിൽ പറയാം ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്പോൾ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഒരു ആള് ഇപ്പോൾ കോഴിക്കോട് പോയി, ഇവിടുന്ന് ഫറൂഖിൽ നിന്ന് കോഴിക്കോട് വരെ ബസ്സിൽ പോയി, അല്ലെങ്കിൽ ട്രെയിനിൽ പോയി. അപ്പോൾ നമ്മൾ നോക്കുന്നു, ട്രെയിന് സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് നോക്കും. അത് 9 കിലോമീറ്ററാണ്. അപ്പോൾ അവിടെ ദൂരവും സ്ഥാനാന്തരവും തുല്യമാണ്. പക്ഷെ അയാൾ തിരിച്ച് ഇതേ സ്ഥാനത്ത് വന്നിരുന്നു. അപ്പോൾ ദൂരം എത്രയാണ്? 9 + 9, അതായത് 18 കിലോമീറ്റർ. പക്ഷെ സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരം 9 - 9 0.
അതായത് ഒരു ദിശയിൽ പോയി അതേ ദിശയിൽ തന്നെ മടങ്ങി വന്നാൽ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അടുത്തത് എന്താണ് വെലോസിറ്റി അഥവാ പ്രവേഗം? പറയുന്നത് വളരെ സിമ്പിളാണ്. സ്ഥാനാന്തരത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ പ്രവേഗം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് വെലോസിറ്റി. വെലോസിറ്റിനെ സാധാരണ വി എന്നാണ് പറയുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് വെലോസിറ്റി. അപ്പോൾ ദിശ മാറുന്നതനുസരിച്ച് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പം വാഹനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വെലോസിറ്റി ഒന്നും പ്രായോഗികതയിൽ വരുന്നില്ല. കാരണം അത് നിരന്തരം ദിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്പീഡ്, വേഗത എന്നൊരു ആശയം കൊണ്ടില്ല. എന്താ വേഗത? ഒരു നിശ്ചിത സമയത്ത് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് വേഗത കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് സ്പീഡോമീറ്ററിൽ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ ഒരു ബൈക്കൊക്കെ നമ്മൾ 40 km/h 45, അതാണ് അതിൻ്റെ വേഗത. അപ്പോൾ വേഗതയും സ്ഥാനാന്തരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലായി കാണാം. ഇനി എടുത്തത് എന്താണ് ത്വരണം എന്ന് നോക്കാം. അപ്പോൾ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ത്വരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സലറേഷൻ. അതിന് എ എന്ന് പറയും. ഇനി സാധാരണ ദൂരമൊക്കെ നമ്മൾ മീറ്ററിലാണ് പറയല്ലേ. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് 9 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് വടകരയ്ക്ക് 52 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ വെലോസിറ്റിയോ കിലോമീറ്റർ പെർ അവർ ആണെന്നാണ് പറയുക. വെലോസിറ്റി അല്ലെങ്കിൽ വേഗത പറയുന്നത് കിലോമീറ്റർ പെർ അവർ. അടുത്തത് ത്വരണം. അതിനെങ്ങനെയാ പറയാ? കിലോമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയേർഡ് അല്ലെങ്കിൽ അവർ സ്ക്വയേർഡ് എന്നാണ് പറയാം. അപ്പം അത് കാര്യം മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് ഇനേർഷ്യ അഥവാ ജഡത്വം എന്നാൽ എന്തെന്ന് പഠിക്കാം. ഇനർഷ്യ കേട്ടിരിക്കും. വാസ്തവത്തിൽ ഇത് പ്രകൃതിയിലുള്ളൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കും, പഠിക്കാത്ത കുട്ടികൾ പഠിക്കാതെ ഇരിക്കും. ഇത് തന്നെ ഇനർഷ്യ എന്ന് വെച്ചാൽ ഭൗതികശാസ്ത്രം പറയുന്നത് സ്ഥിരാവസ്ഥയിലോ ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ ആ പ്രവണത തുടരുവാനുള്ള ഒരു ടെൻഡൻസിക്കാണ് നമ്മൾ ജഡത്വം എന്ന് പറയുന്നത്. The inability of the body to change its position either at rest or in motion. The inability of the body to change the position either at rest or in motion. മനസ്സിലായി കാണാം. അതിനാണ് നമ്മൾ ഇനർഷ്യ അഥവാ ജഡത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു പുതിയ പദമുണ്ട്, മൊമൻറ്റം. ആവേഗം എന്നാണ് മലയാളത്തിൽ പറയുക. ആവേഗം എന്താ? മാസ്, വസ്തുവിൻ്റെ മാസിനെ വെലോസിറ്റി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആവേഗം കിട്ടുക. അത് mv എന്നാണ് പറയുക. mv. ഇനി നമുക്ക് ചലന നിയമങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ന്യൂട്ടനാണ് 3 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചലന സമവാക്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഇത് ചലന നിയമങ്ങളാണ്. ലോസ് ഓഫ് മോഷൻ എന്നാണ് ഇതിൽ പറയുക. ഇപ്പം എന്താ ഫസ്റ്റ് നിയമം എന്താ പറയുന്നത്? ഏതൊരു വസ്തുവും അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ സ്ഥിതിയിലോ നേർരേഖയിലുള്ള സമാന ചലനത്തിലോ ആയിരിക്കുന്ന എവരി ബോഡി കണ്ടിന്യൂസ് ടു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം റെക്ടീനിയർ മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതാ പറഞ്ഞിരിക്കുന്നത്.
അപ്പം നമുക്കൊന്നത് വിശദീകരിക്കാൻ ശ്രമിക്കാം. നമ്മളൊരു ചെറിയ ക്രിക്കറ്റ് ബോൾ എടുത്തിട്ട് അതൊരു ചരിവ് തലത്തിലൂടെ ഉരുട്ടി വിടുക. ഇംഗ്ലൈൻഡ് പ്ലെയിൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പം അത് ഉരുണ്ടു പോവുകയാണെങ്കിൽ അത് ഉരുളുന്ന ആ ടെൻഡൻസി തന്നെ ഉണ്ടാവും. അത് നിർത്തണമെങ്കിൽ എന്താ ചെയ്യുക? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ബാഹ്യ ബലം അതിൽ പ്രയോഗിച്ചാൽ അത് നിൽക്കും. അതാണ് ഒന്നാം ചലന നിയമം. ഇനി രണ്ടാം ചലന നിയമം, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the force acting that body. That is F is equal to ma. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ബലം എന്ന് പറയുന്നത്. ഫിസിക്കൽ ടു എം എ. ഇനി മൂന്നാമത്തെ ചലന നിയമം എന്താന്ന് നോക്കാം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ട്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. വാസ്തവത്തിൽ ഇത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഇത് പ്രകൃതി നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ഇതാണ് ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങൾ. ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നാമത്തത്, എവറി ബോഡി കണ്ടൻസ് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം റെക്ടീനിയർ മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. 2, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്ടിംഗ് ദാറ്റ് ബോഡി ആൻഡ് ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. 3rd law, every action there is equal and opposite reaction. ഇതാണ് ആ 3 നിയമങ്ങൾ. ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കാം. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങൾ പഠിച്ചു. അതുകൂടാതെ ഇനി നമുക്ക് ചലന സമവാക്യങ്ങൾ എന്താണെന്നും കൂടി നോക്കിയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ചലന സമവാക്യം ബി സമം യു പ്ലസ് എ ടി. ബി സികളുടെ യു പ്ലസ് എ ടി. എന്താ ബി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, ടി എന്ന് പറഞ്ഞാൽ ടൈം. പിന്നെ സെക്കൻഡ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. തേർഡ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിക്കേണ്ടു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.